Hexcent പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായിട്ട് ബൂട്ട്സ്ട്രാപ്പിനെ പറ്റിയും അതിന്റെ കുറച്ച് കമ്പോണൻസിനെ പറ്റിയും ക്ലാസ്സസിനെ പറ്റിയൊക്കെയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും നമ്മൾ അതേപോലെ ഒരു കമ്പോണന്റിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് നമ്മുടെ വെബ്സൈറ്റിലൊക്കെ വളരെ പോപ്പുലർ ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന ഒരു കമ്പോണന്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് യൂസ്ഫുൾ ആണോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കണ കമ്പോണന്റ് എന്ന് പറയുന്നത് നവ്ബാർ ആണ്, നാവിഗേഷൻ ബാർ. അതിന്റെ ക്ലാസ്സസും അല്ലെങ്കിൽ അതിന്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ബൂട്ട്സ്ട്രാപ്പിന്റെ ക്ലാസ് നവ്ബാർ ഉപയോഗിച്ചിട്ടാണ് ഒരു നവ്ബാർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിയേറ്റ് ചെയ്ത നവ്ബാർ എന്നിട്ട് നമ്മുടെ ഇഷ്ടത്തിന് നമുക്കത് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത്തരത്തിൽ ഞാൻ കസ്റ്റമൈസ് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു നവ്ബാർ ആണിത്. ചെറിയൊരു എഫക്റ്റ് ഒക്കെ ഇതെല്ലാം ഇത് വേറൊന്നും CSS ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇതെല്ലാം ബൂട്ട്സ്ട്രാപ്പ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് കൊണ്ട് തന്നെ ചെയ്തതാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. കോഡിലേക്ക് പോകാം. ഓക്കെ, സോ നമുക്ക് സാധാരണ പോലെ തന്നെ ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ബൂട്ട്സ്ട്രാപ്പിന്റെ ഏതൊരു കമ്പോണന്റ് അല്ലെങ്കിൽ ഏതൊരു ക്ലാസ്സിനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അതിന്റെ CDNs ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ആ CDNs ഒക്കെ ഓൾറെഡി ഞാൻ ഇതിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പം നമ്മൾ ഇതുവരെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ആ കോഡ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് ഓരോ ക്ലാസ്സസും എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഓർക്കും ഈ കോഡൊക്കെ നമ്മൾ കാണാതെ പഠിച്ച് വെക്കേണ്ടത്, ഇത്രയധികം ക്ലാസ്സസും ലൈൻസും ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഓർത്ത് വെക്കേണ്ടതെന്ന്. അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ബൂട്ട്സ്ട്രാപ്പിന്റെ ഡോക്യുമെന്റേഷൻ പേജിൽ നമുക്കിത് അവൈലബിൾ ആണ്. ഓരോ കമ്പോണൻസും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഞാൻ ബൂട്ട്സ്ട്രാപ്പിന്റെ ഗെറ്റ് ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലാണ് കയറിയേക്കണത്. അതില് ഡോക്സ് എന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ സൈഡിലായിട്ട് എല്ലാ കമ്പോണൻസും, അതായത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ റയർ ആയിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള ഒരുപാട് കമ്പോണൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഈ കമ്പോണൻസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ വന്നാൽ കോഡിയൻ, അലേർട്സ്, ബാഡ്ജ്, ബ്രെഡ് ക്രം, ബട്ടൺസ്, ബട്ടൺ ഗ്രൂപ്പ്, കാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അധികം കമ്പോണൻസ് ഉണ്ട്. ഇതിൽ പല കമ്പോണൻസും നമ്മൾ നോക്കിയിട്ടുണ്ട്, മറ്റു ചിലത് നോക്കാനുമുണ്ട്. അപ്പൊ അത്തരത്തിൽ ഇതിനകത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ നാവ്ബാർ എന്ന് പറഞ്ഞിട്ടൊരു കമ്പോണന്റ് കാണാം. അതാണ് നമ്മുടെ നാവിഗേഷൻ ബാർ. അപ്പൊ ഏതൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു വെബ് പേജ് ആണെങ്കിലും നാവിഗേഷൻ ബാർ ഉണ്ടായിരിക്കും. ഇപ്പം ഈ ബൂട്ട്സ്ട്രാപ്പിന്റെ ഇതിൽ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരു നാവിഗേഷൻ ബാർ ഉള്ളത്. ഒരു ചെറിയ ലോഗോ ഇമേജ് ഒക്കെ ഉണ്ട്, അതുപോലെ ഓരോ ഐക്കൺസ് ഉണ്ട്, ചെറിയൊരു സെർച്ച് ബാർ, ഇവിടെയും കുറച്ച് ഐക്കൺസ് ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ആയിട്ടൊരു നാവ്ബാർ. അപ്പൊ ഇത്തരത്തിലൊരു നാവ്ബാർ ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് വേറെ ടെൻഷൻസും കാര്യങ്ങളും അല്ലെങ്കിൽ ഒന്നും ഇല്ലാതെ നമുക്ക് ബൂട്ട്സ്ട്രാപ്പ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ ഡോക്യുമെന്റേഷന് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ഡിസൈൻസിലുള്ള നാവ്ബാറുകൾ അവൈലബിൾ ആണ്, അതിന്റെ സോഴ്സ് കോഡും. അപ്പം ഇത്തരത്തിലൊരു നാവ്ബാർ, ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന തരത്തിലുള്ള ഒരു നാവ്ബാറിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള അതിന്റെ സോഴ്സ് കോഡാണ് അതിന് തൊട്ട് താഴെയായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സോഴ്സ് കോഡ് നാവ്ബാറിന്റെ ബൂട്ട്സ്ട്രാപ്പ് ക്ലാസ്സസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു നാവ്ബാർ ക്രിയേറ്റ് ചെയ്യാനുള്ള സോഴ്സ് കോഡാണ് ഇത്രയെന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ നമുക്കൊന്ന് കോപ്പി ചെയ്ത് നമ്മുടെ HTML ഫയലിൽ ഇട്ടാൽ മാത്രം മതിയാകും നമുക്ക് അത്തരത്തിലൊരു നാവ്ബാർ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഞാൻ അതിന്റെ കോഡിനെ കോപ്പി ചെയ്തിട്ടുണ്ട്, ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം നമുക്കിത് കസ്റ്റമൈസ്ഡ് ആക്കി എടുക്കാം. അപ്പൊ ഇതിനകത്ത് നാവ്ബാർ എന്നൊക്കെയാണ് വന്നേക്കുന്നത്. നമുക്കതൊക്കെ ഒന്ന് ഇപ്പൊ എങ്ങനെയായിരിക്കും ഇതിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. കണ്ടില്ലേ, ഇത്തരത്തിലായിരിക്കും നമുക്കിപ്പോൾ ഒരു നാവ്ബാർ കിട്ടിയിരിക്കുന്നത്. നമ്മൾ ആ കോപ്പി ചെയ്തിട്ടേക്കണം. ഇനി ഇത് നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിലൊന്ന് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് നാവ്ബാറിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല, ഒരു സാധാരണ ഒരു ബോഡി കളർ തന്നെയാണ് കൊടുത്തേക്കണത്. അപ്പൊ അതൊന്ന് ഞാൻ മാറ്റിയിട്ട്, നമ്മൾ ബൂട്ട്സ്ട്രാപ്പിന്റെ കുറെ കളേഴ്സ് പഠിച്ചിട്ടുണ്ട്, അത് വെച്ചിട്ട് ഞാനൊന്ന് പ്രൈമറിയോ അല്ലെങ്കിൽ വാണിങ്ങോ എന്തെങ്കിലും കൊടുക്കുക. തൽക്കാലം ഞാൻ പ്രൈമറി കൊടുത്തു. ഇതെല്ലാം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ക്ലാസ്സാണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് CSS ഒക്കെ ഉപയോഗിച്ച് സ്റ്റൈൽ ചെയ്ത് ക്ലാസ് മാറ്റി കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഞാനിപ്പോ തൽക്കാലം BG പ്രൈമറി ആക്കി നമുക്ക് നോക്കാം. ഓക്കെ, ബ്ലൂ കളർ ആയിട്ടുണ്ട്. അപ്പൊ ഈ നാവ്ബാർ, ഈ ലിങ്കുകളുടെ ഒക്കെ നെയിം ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഈ നാവ്ബാറിനെ ഞാൻ ഹെക്സെന്റ് എന്ന് കൊടുക്കുന്നു. അടുത്തത് ഹോം,
എബൌട്ട്, കോഴ്സസ്, അതുപോലെ തന്നെ സർവീസസ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഡിസേബിൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ആണ് ഇതിൽ ആക്ടിവേറ്റ് ചെയ്തേക്കുന്നത്. അപ്പം അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫെയ്ഡ് ആയിട്ടായിരിക്കും കിടക്കുന്നത്, അത് വർക്ക് ചെയ്യില്ല. ജസ്റ്റ് ഒന്ന് ഫെയ്ഡ് ആയിട്ട്, ബാക്കിയുള്ളതൊക്കെ ഓരോ ഐക്കൺസ് ആയിട്ട് അല്ലെങ്കിൽ ബട്ടൺസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അത് ഓരോ ലിങ്ക് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഈ ഡിസേബിൾഡ് എന്നുള്ള ക്ലാസ് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. നമ്മളതൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് സാധാരണ ഇതുപോലെ തന്നെ എല്ലാം കിട്ടും. നമ്മൾ ക്ലാസ് ഉണ്ട്, ഇതിന്റെ കൂടെ നമുക്കൊന്ന് ലെക്ചറഫ് കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ഇതുപോലെ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. കണ്ടില്ലേ, എല്ലാ ലിങ്കുകളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല. ചെറിയൊരു സെർച്ച് ഓപ്ഷനും ഉണ്ട്, ഒരു ബട്ടൺ ഉണ്ട്. ഈ ഹെക്സെന്റിനെ നമുക്കൊന്ന് ഇതിന്റെ കളർ വേണമെങ്കിൽ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പൊ ഈ നവബാറിന്റെ കളർ ഹെക്സെന്റിന്റെ ഇത് മാറ്റാനായിട്ട് ഞാൻ ഈ ക്ലാസ്സിനുള്ളിൽ നമ്മൾ പഠിച്ച ബൂട്ട്സ്ട്രാപ്പിന്റെ ടെക്സ്റ്റ് ക്ലാസ് ഉപയോഗിച്ചിട്ട് അതിന്റെ കളർ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഞാൻ ടെക്സ്റ്റ് വൈറ്റ് എന്നാക്കി. ഓക്കെ, ആ ഹെക്സെന്റ് എന്നുള്ള ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഐക്കൺ എന്ന് പറയുന്നത് നമുക്ക് വൈറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു നവബാറിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത് മാത്രമല്ല, കുറെ അധികം ഡിസൈൻസ് നമ്മുടെ ഈ ബൂട്ട്സ്ട്രാപ്പിന്റെ ഡോക്യുമെന്റേഷനിൽ അവൈലബിൾ ആണ്. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്ന് രണ്ടെണ്ണം കൂടെ നമുക്കൊന്ന് നോക്കാം. ഇത്തരത്തിൽ ഫോം മാത്രമുള്ള ഒരു നവബാർ വേണമെങ്കിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അതല്ല എങ്കിൽ നമുക്ക് ഈ ഫോം മാത്രമുള്ള ഒരു നവബാറിന്റെ സോഴ്സ് കോഡ് ഒന്ന് എടുത്ത് നോക്കാം. ഞാൻ ഇതിന് തൊട്ട് താഴെയായിട്ട് തന്നെ ഒന്ന് പ്രിന്റ് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് ആ ഒരു ഫോം മാത്രമുള്ള ഒരു നവബാറും കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ ബൂട്ട്സ്ട്രാപ്പിന്റെ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഡോക്സ് കമ്പോണൻസിൽ നിന്ന് നമുക്ക് നാപ്സ് ആൻഡ് ടാബ്സ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കമ്പോണന്റിനെ എടുക്കാം. ഇവിടെയും നമുക്ക് നാവിഗേഷൻ ബാർസ് അവൈലബിൾ ആണ്. കുറച്ചും കൂടി മറ്റൊരു തരത്തിലുള്ള നാവിഗേഷൻ ബാർസ് നമുക്ക് അവൈലബിൾ ആണ്. ഇത്തരത്തിലൊരു ഇതും കൂടി നമുക്ക് നോക്കാം. ഇതല്ലേ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഐക്കൺസ് മാത്രം വരുന്ന, അധികം ഇതൊക്കെ ഡെക്കറേഷൻസ് ഒന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു നവബാറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിന്റെ സോഴ്സ് കോഡ് കോപ്പി ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, എന്നിട്ട് ഇതിനെ നമുക്ക് ഇതിലും ഡിസേബിൾഡ് ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സസ് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഒരു ലിങ്ക് ആയിട്ട് തന്നെ അത് കിട്ടും. അപ്പൊ ഇത്തരത്തില് നമുക്ക് നാപ്സ് ആൻഡ് ടാബ്സ് ഉപയോഗിച്ചിട്ടും നമുക്ക് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. വെറുതെ ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ഒന്ന് കസ്റ്റമൈസ് ചെയ്തെടുക്കുക. അതായത് കളറോ ടെക്സ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് മാറ്റി കസ്റ്റമൈസ് ചെയ്തെടുക്കുക. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ വളരെ ഈസി ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നവബാർ നമുക്ക് ലഭിക്കും. ഇത് മാത്രമല്ല, കുറെ അധികം ഡിസൈൻസ് ഉണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, കുറെ അധികം ഡിസൈൻസ് ഉണ്ട്. അപ്പം വളരെ സമയം ലാഭിച്ച് വളരെ എളുപ്പത്തിൽ അധികം കോഡ്സ് ഒന്നും ബൈഹേർട്ട് ചെയ്ത് വെക്കാതെ തന്നെ നമുക്ക് ഇത്തരത്തില് നവബാർ ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എപ്പോഴും ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നവബാർസ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് നവബാറിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് ചോദിക്കുക. അതേപോലെ തന്നെ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം, അങ്ങനെ എന്താണെങ്കിലും വേറെ ഏതെങ്കിലും പ്രത്യേകം ടോപ്പിക്കിൽ വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്
അങ്ങനെ എന്താണെങ്കിലും കമന്റ് സെക്ഷനിൽ പറയുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.